നമസ്കാരം. കേരളത്തിലത്തെ അർബൻ ഏരിയാസിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഹൈ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യലുള്ള റീറ്റെയിൽ ബിസിനസ് മേഖലകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. 3 ബിസിനസ് മേഖലകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ബിസിനസ് ഐഡിയാസ് ഡയറക്റ്റ്ലി പറയുന്നതല്ല, മേഖലകളാണ് പറയുന്നത്. പലപ്പോഴും ഐഡിയാസ് നിങ്ങൾ ഓൺട്രപ്രണേഴ്സ്, ഫൗണ്ടേഴ്സ് നിങ്ങൾ തന്നെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഏതെങ്കിലും ഒരു മേഖല, പൊട്ടൻഷ്യൽ ഉള്ള ഒരു മേഖല ഐഡന്റിഫൈ ചെയ്യുന്നു. അതിൽ നിന്നും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ് ഐഡിയ സെലക്ട് ചെയ്യുന്നു. ഈ ഒരു രീതിയിലാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്കൊരു ഐഡിയ ഡയറക്റ്റ്ലി പറഞ്ഞു തരാനായിട്ട് കഴിയത്തില്ല. മേഖലകളാണ് പറഞ്ഞു തരുന്നത്. റൈറ്റ്? 3 മേഖലകൾ. ഏതൊരു ബിസിനസ് ഐഡിയ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് മുന്നിൽ കാണേണ്ടത് കസ്റ്റമേഴ്സിനെയാണ്. കസ്റ്റമേഴ്സിന്റെ നീഡിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബിസിനസ് രൂപീകരിക്കേണ്ടത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയൊരു ഷിഫ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തിലെ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നത് ഒരു സർവൈവൽ സ്പെൻഡിങ്ങിൽ നിന്നും ലൈഫ് സ്റ്റൈൽ സ്പെൻഡിങ്ങിലേക്ക് മാറുന്നുണ്ട്. സർവൈവൽ സ്പെൻഡിങ്ങിൽ നിന്നും ജീവിതം നിലനിർത്താനായിട്ടുള്ള പണം ചെലവഴിക്കുക എന്നുള്ളതിൽ നിന്നും ലൈഫ് സ്റ്റൈൽ, ജീവിത നിലവാരം ഉയർത്താനായിട്ട് ആളുകൾ പൈസ ചിലവാക്കാനായിട്ടും തുടങ്ങിയിട്ടുണ്ട്. അവിടെ പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസ് വഹിക്കുന്നത് NRIs തന്നെയാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ NRIs ഉള്ളത്. അപ്പം ഇവരുടെ ഒരു ക്യാഷ് ഇൻഫ്ലോ വലിയ രീതിയിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ പർച്ചേസിങ് പവറും നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട്. അപ്പം ഇവിടെ ആളുകൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ എക്സ്പെക്റ്റേഷൻ ഉണ്ടാകും. ഒരു പ്രോഡക്റ്റ് വാങ്ങുക എന്നുള്ളതിനപ്പുറത്ത് അവരുടെ ഒരു എക്സ്പീരിയൻസ്, അല്ലാന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു സോഷ്യൽ വാല്യൂസ്, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആളുകൾ ഒരു പ്രോഡക്റ്റിന് വാല്യൂ നിശ്ചയിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഹൈ പ്രോഫിറ്റ് മാർജിനുള്ള ഒരു ബിസിനസ്സാണ് ലക്ഷ്യമിടുന്നതെന്നുണ്ടെങ്കിൽ, റീറ്റെയിൽ ബിസിനസ്സാണ് ലക്ഷ്യമിടുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രീമിയം ലെവലിലായിരിക്കണം നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ നിങ്ങളുടെ റീറ്റെയിൽ ഒരു ബിസിനസ് സ്ട്രക്ചർ ചെയ്യേണ്ടത്. ആദ്യം തന്നെ കേരളത്തിൽ ഇപ്പം നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു 3 ബിസിനസ് മേഖലകൾ ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം ഈ ഓരോ മേഖലയിലും എന്തെല്ലാം സാധ്യതകളാണ് ഉള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞൊരു 2-3 ഡെക്കേഡ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നല്ല രീതിയിൽ വളർച്ച കാഴ്ചവെച്ചിട്ടുള്ള മേഖലകളിൽ ഒന്നാണ് ബ്യൂട്ടി ആൻഡ് ഫാഷൻ, ഈ ഒരു മേഖല. രണ്ടാമത്തേത് ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകൾ. മൂന്നാമത്തേത് ഹെൽത്ത് ആൻഡ് വെൽനസ്. ഈ 3 സെക്ടേഴ്സിലുള്ള ബിസിനസ്സുകൾക്ക് നല്ല രീതിയിലുള്ളൊരു പൊട്ടൻഷ്യലാണ്, നല്ല രീതിയിലുള്ളൊരു ഗ്രോത്ത് പൊട്ടൻഷ്യലാണ് കാണുന്നത്. ആദ്യത്തേത് ഫാഷൻ ആൻഡ് ബ്യൂട്ടി. വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഈ ഒരു മേഖലയിലുള്ള ബിസിനസ്സുകൾ കഴിഞ്ഞ 2015 മുതൽ നമ്മുടെ ഇന്ത്യയിൽ കാഴ്ചവെക്കുന്നത്. ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു കണക്ക് കേരളത്തിനകത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇല്ല, കാരണം അത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും ഇല്ല. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ പർച്ചേസിംഗ് പവർ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ, ആളുകളുടെ സ്പെൻഡിങ് വളരെയധികം കൂടുതലായതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ CAGR, കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്, കേരളത്തിലായിരിക്കും. എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 15%. അപ്പം ഈ CAGR, കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്, എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരു 6% CAGR ആണ് ഒരു ബിസിനസ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലുള്ള വളർച്ച എന്ന് പറയാം. ഒരു 15%, 12-15% ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വളർച്ച എന്ന് പറയാം. ഒരു 20-22% ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 18% മേലെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു എക്സലന്റ് ഗ്രോത്ത്, പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള വളർച്ച എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇപ്പം AI ബേസിലുള്ള ബിസിനസ്സൊക്കെ ഈ ഒരു ഫേസിലൂടെ ഏകദേശം 18-20% CAGRിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് ആണ് അത് കാഴ്ചവെക്കുന്നത്. അപ്പം ഇവിടെ കേരളത്തിൽ ഫാഷൻ ഇൻഡസ്ട്രി, ബ്യൂട്ടി ഇൻഡസ്ട്രി 15% CAGR ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 വർഷത്തിൽ ബിസിനസ് നമുക്ക് ഡബിൾ ആക്കാനായിട്ട് കഴിയും. അത്രത്തോളം പൊട്ടൻഷ്യൽ ഉള്ള ഒരു മേഖലയാണ്, എത്രത്തോളം സേഫ് ആയിട്ടുള്ളൊരു മേഖലയാണ്. ഞാനിവിടെ ഇപ്പോൾ വരുന്ന ട്രെൻഡിനെ കുറിച്ചിട്ടല്ല പറയുന്നത്, കഴിഞ്ഞ കുറച്ച് ഡെക്കേഡ്സ് ആയിട്ട്, 2-3 ഡെക്കേഡ്സ് ആയിട്ട് ഉള്ള വളർച്ചയെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അത്രത്തോളം ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് ഈ ഒരു മേഖലയിൽ. ഈ ഒരു മേഖലയുടെ വളർച്ചയ്ക്ക് ഫ്യൂവൽ നൽകുന്നത്, ഇന്ധനം നൽകുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. അതിലൊന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് തന്നെയാണ്. 2015 ശേഷം വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് സാധാരണക്കാരൻ്റെ ഇടയിൽ പോലും ഉണ്ടായിട്ടുണ്ട്. അത് പ്രായഭേദമന്യേ എല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈവൻ ചെറിയ ബിസിനസ്സുകൾക്ക് പോലും ഇന്ന് ഷൈൻ ചെയ്യാനായിട്ട്, കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിപ്പെടാനായിട്ട് കഴിയുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തേത് NRIസിൻ്റെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് ആണ്. കാരണം അവിടെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിലെ, മറ്റ് നാടുകളിലത്തെ ഫാഷനും ട്രെൻഡുകളും മറ്റും നമ്മൾ അനുകരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രധാനമായിട്ടും NRIs കാരണമാണ് അത് സാധ്യമായിട്ടുള്ളത്. മാത്രമല്ല വലിയ രീതിയിലുള്ള സ്പെൻഡിങ്ങും ആൾക്കാർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് NRI ഫണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തേത് ഡെർമറ്റോളജി അവയർനെസ് ആണ്. സൗന്ദര്യവർദ്ധനത്തെക്കുറിച്ചുള്ള അവയർനെസ് ആൾക്കാർക്ക് വലിയ രീതിയിൽ കൂടി.
പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന 1-2 ഫേമസ് ആയിട്ടുള്ള ഫെയർ ആൻഡ് ലവ്ലി പോലെയുള്ള, ഫെയർ ആൻഡ് ഹാൻസം പോലെയുള്ള 1-2 ബ്രാൻഡുകൾ കോസ്മെറ്റിക് മേഖലയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോൺസോ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, ഇന്ന് ധാരാളം പ്രോഡക്റ്റുകൾ, ധാരാളം ബ്രാൻഡുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം ആളുകൾക്ക് ഈസി ആയിട്ട് വാങ്ങാനായിട്ട് അവർക്ക് പോസിബിൾ ആണ്. കാരണം അതിനുള്ള ചാനൽസ് ഇന്ന് തുറന്നു കഴിഞ്ഞു. സോ എന്ന് മാത്രമല്ല, ഡെർമറ്റോളജി എന്ന് പറയുന്ന ഒരു മേഖലയുടെ ഒരു വളർച്ചയും ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ വലിയ രീതിയിൽ കൂടുന്നുണ്ട്. ധാരാളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് മേഖല കൂടിയാണ് ഈ ഡെർമറ്റോളജി കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. സോ ഈ 3 കാര്യങ്ങളാണ് ഈ മേഖലയുടെ വളർച്ചയ്ക്ക് വലിയ രീതിയിൽ ഇന്ധനം നൽകുന്നത്. ഈ ഒരു മേഖലയിൽ ഇനിയുള്ള കാലത്ത് വളരാൻ പോസിബിലിറ്റി ഉള്ള കുറച്ച് റീറ്റെയിൽ കോൺസെപ്റ്റുകൾ ഞാൻ പറഞ്ഞുതരാം. അതിലൊന്ന് ആയുർവേദിക് സ്കിൻ കെയർ പ്രൊഡക്ട്സുകളുടെ ഔട്ട്ലെറ്റ് ആണ്. നമ്മുടെ നാട്ടിൽ ആയുർവേദിക് അല്ലെങ്കിൽ ഈ സ്കിൻ കെയർ പ്രൊഡക്റ്റുകളുടെ ഔട്ട്ലെറ്റ്സ് ഒക്കെ ധാരാളം ഉണ്ട് എന്നുണ്ടെങ്കിലും, പ്യുവർ ആയുർവേദിക് സ്കിൻ കെയർ പ്രൊഡക്റ്റുകളുടെ ഔട്ട്ലെറ്റുകൾ നമ്മുടെ നാട്ടിൽ വളരെ വിരളമാണ്, വളരെ കുറവാണ്. അപ്പം ഉള്ളൊരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. പലപ്പോഴും ആളുകൾ സ്കിൻ കെയറുമായിട്ട് നോക്കുന്ന സമയത്ത് ആദ്യം നോക്കുന്ന ഒരു കാര്യം, ഇത് സൈഡ് എഫക്ട്സ് വരുമോ? സോ സൈഡ് എഫക്ട്സ് വരാത്തൊരു കാര്യം ആയുർവേദിക് ആണല്ലോ. എനിക്കറിയത്തില്ല അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇത്തരത്തിൽ ആയുർവേദിക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സേഫ് അല്ലേ? ഒരു മാനസികാവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾ ഇതിന് സ്പെൻഡ് ചെയ്യാനായിട്ട് വില്ലിങ് ആണ്, ആയുർവേദിക് സ്കിൻ കെയർ പ്രൊഡക്ട്സുകൾക്ക്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ല രീതിയിൽ പിച്ച് ചെയ്യണം. നമ്മൾ ചെറിയ ഏതെങ്കിലും ഒരു കടമുറി എടുത്തിട്ട് അവിടെ ചെറിയ ഷെൽഫൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് പ്രൊഡക്ട്സ് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വരത്തില്ല. നമുക്കൊരു പ്രീമിയം എക്സ്പീരിയൻസ്, മറ്റ് പ്ലം പോലെയുള്ള സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പോലെയുള്ള പ്രീമിയം എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയണം. നല്ല രീതിയിലുള്ള ബ്രാൻഡിങ് ചെയ്യാനായിട്ട് കഴിയണം. സോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിലാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ സ്റ്റോറിൻ്റെ ആ ഒരു ഡിസൈൻ ഡെവലപ്മെൻറ്റിലാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹൈ പ്രോഫിറ്റ് മാർജിനിൽ ഈ പ്രൊഡക്റ്റ് പിച്ച് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള സോ കോൾഡ് നല്ല കസ്റ്റമർ, സ്പെൻഡ് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള നല്ല കസ്റ്റമറിനെ കിട്ടിയെന്ന് വരത്തില്ല. റൈറ്റ്? സോ ഇവിടെ ഇത്തരത്തിലുള്ള ഈ ഒരു ആയുർവേദിക് സ്കിൻ കെയറുമായി ബന്ധപ്പെട്ടുള്ള റീറ്റെയിൽ ഷോപ്സുകൾക്ക് നല്ലൊരു സ്കോപ്പ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലേഡീസിൻ്റെ ഗ്രൂമിങ് ആക്സസറീസ് വിൽക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. പക്ഷേ മെൻസിൻ്റെ, ആണുങ്ങളുടെ ഗ്രൂമിങ്ങിനുള്ള ആക്സസറീസ് വിൽക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ, എക്സ്ക്ലൂസീവ് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ കുറഞ്ഞ്, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അതൊരു ഹൈ പോസിബിലിറ്റി ഉള്ള ഒരു ബിസിനസ് മേഖലയാണ്, പ്രത്യേകിച്ച് അർബൻ മേഖലയിൽ. കാരണം ഇന്ന് സ്ത്രീകൾ പുരുഷന്മാരൊന്നുമില്ല, എല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് ആണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് സ്ത്രീകളെക്കാളും കൂടുതൽ ഇന്ന് കുറച്ചുകൂടി ബ്യൂട്ടിയിൽ ഫോക്കസ് ചെയ്യുന്നത് പുരുഷന്മാരാണെന്ന് തോന്നിയിട്ടുണ്ട്. അവിടെ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ അതിന് സ്പെൻഡ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു മടി കാണിക്കുന്നതും ഇല്ല ഇന്നത്തെ കാലത്ത്. അപ്പം അതിന് നല്ലൊരു സ്കോപ്പ് ഉണ്ട് അത്തരം ഒരു റീറ്റെയിൽ കോൺസെപ്റ്റിന്. അതുപോലെ ഫാഷനിലേക്ക് വരികയാണെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഗാർമെൻറ്റ്സിൻ്റെ, ക്ലോത്തിങ്ങിൻ്റെ സ്റ്റോറുകൾക്കും പണ്ടും സ്കോപ്പ് ഉണ്ടായിരുന്നു, ഇന്നും സ്കോപ്പ് ഉണ്ട്. പക്ഷേ എഗെയിൻ ഇറ്റ് ഷുഡ് ബി പ്രീമിയം. പ്രീമിയം ഇൻ ദ സെൻസ് വിലയിൽ മാത്രം പ്രീമിയം ആക്കുക എന്നുള്ളതല്ല, നല്ല വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പ്രീമിയം എക്സ്പീരിയൻസ് കൊടുക്കാൻ കഴിയണം, പ്രീമിയം പ്രോഡക്ട്സ് ആയിരിക്കണം, പ്രീമിയം മെറ്റീരിയൽസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. സോ പ്രീമിയം കസ്റ്റമർ കെയർ സർവീസ് ആയിരിക്കണം അവിടെ കൊടുക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള സ്പെൻഡ് ചെയ്യാൻ മടിക്കാത്ത ആൾക്കാർ ഡെഫിനറ്റ്ലി നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരും. പക്ഷേ പ്രീമിയം എന്ന് പറയുന്ന ആ ഒരു ടേം കൃത്യമായിട്ട്, അതിൻ്റെ ആ ഒരു സത്വ കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഇനി രണ്ടാമത്തെ ഇൻഡസ്ട്രി, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഫുഡ് സെക്ടർ കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിലുള്ളൊരു വളർച്ച കാഴ്ചവെക്കുന്ന ഒരു മേഖലയാണ്. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുന്നതും ഈ പറയുന്ന ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകൾക്കാണ്. അപ്പം അത് ഡെഫിനറ്റ്ലി നല്ലൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു മേഖലയാണ്, ഒരുപാട് പേര് എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ എന്തുകൊണ്ട് നിങ്ങൾ ഫുഡ് മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പൊട്ടൻഷ്യൽ, ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊരു ട്രെൻഡിൽ വലിയൊരു മാറ്റം വരുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് അർബൺ ഏരിയാസിൽ ആളുകൾ കൂടുതൽ ഒരു ഔട്ട്ഡോർ ഡൈനിൻ, ഒരു പ്രീമിയം ഡൈനിൻ എക്സ്പീരിയൻസ് ആൾക്കാർ ഇന്ന് പ്രിഫർ ചെയ്യുന്നുണ്ട്. അതായത് പുറമേ പോയിട്ട്, അതായത് പുറത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തട്ടുകട സെറ്റപ്പ്, അവർക്കൊരു അടച്ചിട്ട മുറിയിലല്ലാതെ നമുക്ക് സ്ട്രീറ്റിൽ പോയിട്ട് നല്ല പ്രീമിയം ലെവലിൽ ഫുഡ് കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ പ്രീമിയം ഫുഡ്, നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ജനവിഭാഗം നമ്മുടെ നാട്ടിൽ കൂടി വരുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കൊരു സാധ്യത എന്നും കൂടുതലാണ്. അപ്പം പക്ക തട്ടുകടകൾ തന്നെയാണ്. പക്ഷേ തട്ടുകടകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം, ഒന്ന് ഹൈജീൻ ഒരു വലിയൊരു പ്രശ്നമാണ്. മാത്രമല്ല അവിടെ വരുന്ന മറ്റ് കഴിക്കാൻ വരുന്ന ആൾക്കാരുടെ ഒരു പെരുമാറ്റവും, കാരണം പ്രൈസ് കുറവായതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ആൾക്കാരും വരും. അപ്പോൾ അവിടെ ഒരു അത്യാവശ്യം ഒരു ഫാമിലി ആയിട്ടൊക്കെ വരാൻ ആൾക്കാർ പലപ്പോഴും മടിക്കാറുണ്ട്. അപ്പം ഇപ്പോൾ കള്ള് ഷോപ്പുകളുടെ കേസ് എടുക്കാം. ഇന്ന് പ്രീമിയം കള്ള് ഷോപ്പുകളുണ്ട് അല്ലേ? അവിടെ പോയി കഴിഞ്ഞാൽ ഫാമിലീസിന് പോവാം,
നല്ല രീതിയിലുള്ള സെർവിങ് ആയിരിക്കും ഉണ്ടാകുന്നത്. അലമ്പ് പരിപാടികളൊന്നും ഉണ്ടാവത്തില്ല. അത്യാവശ്യം പ്രൈസ് ഉണ്ടാവും. അവിടെ ഫുഡ് കഴിക്കാം, കള്ള് കുടിക്കാം. സോ ഇത് അവിടെ ഒരു എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത്. പക്ഷെ ട്രഡീഷണൽ കള്ള് ഷോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ, ഏറ്റവും സമ്പാദ്യം കുറഞ്ഞിട്ടുള്ള ആൾക്കാരായിട്ടുള്ള കുടിയന്മാർ പോയിട്ട് കുടിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. പക്ഷെ ഇന്നത് ഒരു പ്രീമിയം ലെവലിലേക്ക് മാറിയ സമയത്ത് ഈവൻ അത്യാവശ്യം നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ആൾക്കാരും അവിടെ ഫാമിലി ആയിട്ട് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സെയിം കാര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ സെയിം ബിസിനസ് മോഡൽ തന്നെയാണ് ഈ പറയുന്ന ഒരു 5 സ്റ്റാർ തട്ടുകടയിലും നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നത്. ഈ പ്രീമിയം ഫുഡ് സ്റ്റോളുകൾക്ക് നല്ല സാധ്യതകളുണ്ട്, സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള. അപ്പം ഞാൻ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്, ബൺമസ്ക പോലെ, ബൺമസ്ക എന്നല്ല അവിടെ ഉണ്ട്, അത്തരത്തിലുള്ള ചില കൃത്യമായിട്ട് പേരറിയത്തില്ല, ചില സ്വീറ്റ്സും ചില സ്നാക്സും എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ, നല്ല രീതിയിലുള്ള പാക്കിങ്ങിൽ, നമ്മൾ അത്യാവശ്യം നല്ലൊരു ബേക്കറിയിൽ പോയി കഴിഞ്ഞാൽ അവർ എങ്ങനെയാണോ അത് പാക്ക് ചെയ്ത് തരുന്നത് ആ രീതിയിലുള്ള പാക്കിംഗ്, ആൻഡ് ഓൾസോ സെർവ് ചെയ്യാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ പെരുമാറുന്നു, നല്ല നീറ്റായിട്ടുള്ളൊരു ആംബിയൻസ്. അപ്പം അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഒരു 100 റുപ്പീസിന് മേലെ ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് മടി കാണത്തില്ല. ഇനി ഇത്തരത്തിലുള്ള സ്റ്റാളുകൾ വെച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാക്കി എടുക്കാൻ കഴിയുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. അങ്ങനെ കഴിയണമെന്നില്ല. കാരണം ഒരു സ്റ്റാളിനെ മാത്രം ആശ്രയിച്ച് ഒരിക്കലും നിങ്ങൾക്ക് ഒരു ലോങ് ടേമിലേക്ക് സർവൈവ് ചെയ്യാൻ കഴിയത്തില്ല. ഈ സ്റ്റാൾ എന്ന് പറയുന്നത് നിങ്ങൾ അത് വെച്ചുകൊണ്ട് ഒരു ചാനൽ ബിൽഡ് ചെയ്യണം. അത് എയ്തർ നിങ്ങൾക്ക് ബൾക്ക് ഓർഡേഴ്സ് സ്വീകരിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു കാറ്ററിംഗ് സ്ഥാപനം നിങ്ങൾക്ക് ഉണ്ടാകും, അതിലേക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന ഒരു ചാനലായിട്ട് ഇതിനെ മാറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ത്രൂ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി കൊടുക്കാനായിട്ട് കഴിയണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ ഡയറക്റ്റ്ലി ഓൺ ചെയ്യുന്ന മറ്റ് സ്റ്റാളുകൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയണം. ഇത്തരത്തിൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് പക്ക ബ്രാൻഡ് ബിൽഡിംഗ് ആണ്. ഈ ബ്രാൻഡ് നിങ്ങൾ ബിൽഡ് ചെയ്ത ആൾക്കാരുടെ ഒരു വിശ്വാസം നേടിക്കഴിഞ്ഞാൽ അതുവഴി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻകം സോഴ്സുകൾ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഈ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ തേടേണ്ടതായിട്ട് വരും. സോ ഹൈ സ്കോപ്പാണ്. എനിക്കറിയാം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ചില സ്ഥാപനങ്ങൾക്ക് തട്ടുകട ലെവലിൽ തന്നെയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, നിറയെ ഫോളോവേഴ്സ് ഉണ്ട്. വരുന്നവരെ കൊണ്ടെല്ലാം അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്, റിവ്യൂ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സോ ഒരു വർഷമോ അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഫോളോവേഴ്സിന് ഉണ്ടാക്കാനായിട്ടും നല്ല രീതിയിൽ റിവ്യൂസ് വാങ്ങാനായിട്ടും കഴിയും. നല്ല രീതിയിൽ അവർക്ക് ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ടും കഴിയും. ആ ബ്രാൻഡ് തന്നെയാണ് ഒരു ബിസിനസ്സിലെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. ഇതവർക്ക് മോണിറ്റൈസ് ചെയ്യാനും കഴിയും. പിന്നീട് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയുന്ന, ഏറ്റവും കുറഞ്ഞ എക്സ്പെൻസിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് മോഡലായിട്ട് ഇന്നത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാമത്തെ ബിസിനസ് മേഖലയാണ് ഹെൽത്ത് ആൻഡ് വെൽനെസ്. ഈ പ്രീമിയം ഹെൽത്ത് സപ്ലിമെന്റ്സിന്റെ ഒരു ബിസിനസ് മേഖല, അതിന്റെ വളർച്ച എന്ന് പറയുന്നത് 18 മുതൽ 22% CAGR ആണ്. ഞാൻ പറഞ്ഞു 18% മേലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഒരു ബിസിനസ് മേഖലയാണെന്നുള്ളത്. ഈ ഹെൽത്ത് അല്ലെങ്കിൽ വെൽനെസ് മേഖല ആ ഒരു ഫേസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല പൊട്ടൻഷ്യലുള്ള ഒരു മേഖലയാണത്. ഇന്ന് നമ്മൾ മലയാളികൾ സപ്ലിമെന്റുകൾ വാങ്ങാനായിട്ടും ഓർഗാനിക് ഫുഡ് പ്രൊഡക്ട്സ് വാങ്ങാനായിട്ടും ഫങ്ഷണൽ ഫുഡ്സ് വാങ്ങാനായിട്ടും ഒക്കെ നല്ല രീതിയിൽ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ബിസിനസ് മേഖല നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള റീറ്റെയിൽ ഷോപ്പുകൾക്ക് നല്ലൊരു പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മുടെ നാട്ടിൽ മില്ലറ്റ് പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഔട്ട്ലെറ്റുകൾ കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെയൊന്നും ആൾക്കാരെ അങ്ങനെ നമ്മൾ കാണാറില്ല. വളരെ വിരളമായിട്ടുള്ള ആൾക്കാരെ കാണാറുള്ളൂ. അവിടെ സെയിൽസ് പേഴ്സൺ മാത്രം ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനായിരിക്കും പലപ്പോഴും കാണുന്നത്. അപ്പോൾ പലരും ചിന്തിക്കാം, ഇവിടെ ഇതിനൊരു ഗ്രോത്ത് ഒട്ടും തന്നെ ഇല്ല, ഇത് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണോ ഈ വെൽനെസ് അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് മേഖല എന്ന് പറയുന്നത്? അങ്ങനെയല്ല. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. നമ്മളൊരു ബിസിനസ് ഇത്തരത്തിലൊരു മേഖലയിൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇത്തരം പ്രോഡക്റ്റുകൾ വാങ്ങുന്ന കസ്റ്റമർ ബേസ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രീമിയംനെസ് ആണ്, ഒരു പ്രീമിയം എക്സ്പീരിയൻസ് ആണ്. ആ പ്രീമിയം എക്സ്പീരിയൻസ് നിങ്ങളുടെ സെയിൽസ്മാൻ വഴി, നിങ്ങളുടെ ഷോപ്പ് വഴി നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവിടെ സിംഗിൾ ടൈം പർച്ചേസേ നടക്കത്തുള്ളൂ. ആൾക്കാർ റെഗുലറായിട്ട് വരത്തില്ല. അവിടെ നിങ്ങൾ എവിടെ ഈ ഷോപ്പ് വെക്കുന്നു, നിങ്ങൾ എത്തരത്തിലുള്ള സെയിൽസ്മാൻമാരെ നിങ്ങൾ അപ്പോയിന്റ് ചെയ്യുന്നു, അവിടെ നിങ്ങൾ കൊടുക്കുന്ന എക്സ്പീരിയൻസ് എന്താണ്, പ്രോഡക്റ്റിൻ്റെ പാക്കേജിങ് എങ്ങനെയാണ്, എന്തൊക്കെ ബ്രാൻഡിങ് ആക്ടിവിറ്റീസ്, എന്തൊക്കെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്നു, ഇതെല്ലാം കൺസിഡർ ചെയ്യണം. അല്ലാതെ നിങ്ങൾ ചുമ്മാ ഒരു ഷോപ്പ് തുറന്നു വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ, ഗൂഗിൾ മൈ ബിസിനസ്സിലൊന്ന് ലിസ്റ്റ് ചെയ്തിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കച്ചവടം നടക്കത്തില്ല, അത് പൂട്ടിപ്പോകത്തേ ഉള്ളൂ. ഈ ഒരു മേഖലയിൽ ഇന്ന് വളരാൻ സാധ്യതയുള്ള കുറച്ച് ബിസിനസ്സുകളാണ്. ഒന്ന് പ്രീമിയം സ്പാകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ റീസെൻ്റ്ലി കുറേ കേട്ടിട്ടുള്ളതാണ്. അങ്ങനത്തെ ഞാൻ പറയുന്നത് നല്ല രീതിയിൽ നടത്തുന്ന സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്പാസ്, പ്രീമിയം ലെവലിൽ നടത്തുന്ന സ്പാകൾ. ഈ സ്പാകളെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് മാർജിൻ വളരെ കൂടുതലാണ്. കാരണം അവർക്ക് കൂടി വരുന്ന എക്സ്പെൻസ്, ഈ സ്റ്റാഫിന് കൊടുക്കുന്ന റെൻറ്റ്, അത് കമ്മീഷൻ ബേസ് ചെയ്തിട്ടും കൊടുക്കാം.
ആൻഡ് ഇതിൻ്റെ സ്ഥാപനം സെറ്റ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ റെൻറ്റ്, പിന്നെ ഈ മെറ്റീരിയൽ എക്സ്പെൻസ് ഒക്കെ വളരെ കുറവാണ് വരുന്നത്. പിന്നെ ലോണ്ടറി എക്സ്പെൻസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ വരുന്നുള്ളൂ. അതിനപ്പുറത്ത് വലിയൊരു ചിലവ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് മേഖലയാണ്. കാരണം ഒരു സെഷന് തന്നെ 3000, 4000, 5000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ സെഷന് ചാർജ് ചെയ്യുന്നത് സ്പാകൾ. പ്രീമിയം സ്പാകളൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അതിലും കൂടുതൽ വരാം. അപ്പം അത്തരത്തിലൊരു പ്രീമിയം സ്പാ എക്സ്പീരിയൻസ്, നല്ല രീതിയിലുള്ള സ്പാ എക്സ്പീരിയൻസ് നിങ്ങൾ കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് മേഖലയാണ്. പക്ഷേ നന്നായിട്ട് നടത്തണം, ജെന്യൂനായിട്ട് നിങ്ങൾ നടത്തേണ്ടതാണ്. മറ്റൊന്നാണ്, ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ്, ഈ ആയുർവേദിക് പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കുന്ന സ്ഥാപനങ്ങൾ. അത് വേണമെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ നമുക്കാക്കാം. അപ്പോൾ കുട്ടികളുടെ മാത്രം പ്രൊഡക്ട്സ്, പുരുഷന്മാരുടെ മാത്രം പ്രൊഡക്ട്സ് വിൽക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാർട്ടായിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. സ്ത്രീകൾക്ക് മാത്രമുള്ള പ്രൊഡക്ട്സ്. അപ്പം ഇത്തരത്തിൽ എക്സ്ക്ലൂസീവ് ഷോപ്സിന് നല്ലൊരു സ്കോപ്പ് നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് അർബൺ ഏരിയാസിൽ. ഈ ആയുർവേദ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം കോൺസെപ്റ്റിന് ശരിക്കും നല്ലൊരു സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇത് പലപ്പോഴും എത്ര ആയുർവേദ ഡോക്ടേഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സംശയമാണ്. പ്രത്യേകിച്ച് ഈ സ്പാ ഞാൻ പറഞ്ഞല്ലോ, ആയുർവേദിക് സ്പാകൾക്ക് നല്ല സാധ്യതകളുണ്ട്. നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണിത്, നന്നായിട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ. മാത്രമല്ല ആയുർവേദിക് വെൽനസ് പ്രോഡക്റ്റുകൾക്ക്, ആയുർവേദിക് സ്കിൻ കെയർ പ്രോഡക്റ്റുകൾക്കൊക്കെ നല്ല സാധ്യതകളുണ്ട്. പക്ഷേ ഈ ആയുർവേദിക് ഡോക്ടേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറച്ചുകൂടി പ്രൊഫഷണൽ ആവുക എന്നുള്ളതാണ്. അപ്രോച്ചിൻ്റെ കാര്യത്തിൽ പലപ്പോഴും ആയുർവേദിക് ഡോക്ടേഴ്സ്, ഇപ്പോൾ നമ്മൾ റിസോർട്ടിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലും അവിടെ കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത് ഫോറിനേഴ്സിനെയാണ്. ഒരുപക്ഷെ ഫോറിനേഴ്സിന് സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ മലയാളികൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യൽ അവർക്കുണ്ട്. അപ്പം കൂടുതൽ മലയാളികളെയും ഫോക്കസ് ചെയ്യുക, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെയും ഫോക്കസ് ചെയ്ത് ഇവിടെയുള്ള പ്രീമിയം കസ്റ്റമേഴ്സിനെയും കൂടെ ക്യാപ്ചർ ചെയ്ത് രീതിയിൽ നിങ്ങൾക്ക് റൺ ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആയുർവേദിക് റിലേറ്റ് ചെയ്തിട്ടുള്ള റീറ്റെയിൽ ഷോപ്സുകൾക്കും സർവീസ് സെൻറ്റേഴ്സിനും ധാരാളം പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് കഴിയും. സോ ഈ 3 മേഖലകളുടെ ഒരു ആനുവൽ ഗ്രോത്ത് റേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ ഉയർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു പൊട്ടൻഷ്യലുള്ള മേഖലകളാണിത്. പക്ഷേ ശ്രദ്ധിക്കുക, ഞാൻ ഈ പറഞ്ഞത് പ്രീമിയം ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള സാധ്യതകളെ കുറിച്ചിട്ടാണ്. ഒരിക്കലും ഇത്തരം ബിസിനസ്സുകൾ ഒരു വളരെ ലോ കോസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണമെന്നില്ല. എക്സെപ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ചെറിയ തട്ടുകടകൾ, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ടെക്സ്റ്റൈൽസ് പോലുള്ള കാര്യങ്ങൾ അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അത്യാവശ്യം നല്ല ലെവലിൽ നിങ്ങളത് ബ്രാൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രീമിയംനെസ് എല്ലാവരുടെയും തോന്നണം, നിങ്ങളിലും തോന്നണം ആൾക്കാർക്ക്. ഒപ്പം തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള ആംബിയൻസിലും തോന്നണം. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ആംബിയൻസിലും അവർ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്തുള്ള എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിലും എങ്കിലേ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സിന് ലഭിക്കത്തുള്ളൂ. റൈറ്റ്. സോ മറ്റൊരു വിഷയമായിട്ട് കാണാം. അതിൽ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.